ഒരു ബേസിക് ചോദ്യം ചോദിച്ചോട്ടെ. എനിക്ക് ചറവറ ആൻസർ ഒന്നും വേണ്ട, ഒരു വൺ വേർഡ് ആൻസർ മതി. ഒറ്റ വേർഡ് ആൻസർ മതി. ഈ 3 പേരോടാണ്, എസ്പെഷ്യലി മഞ്ഞ ഷർട്ട് ഇട്ട ചേട്ടനോട്. ഓക്കെ സാജൻ സർ. സർ ഒന്ന് മറുപടി പറയാ. വേൾഡ് ഫാഷൻ ഷോസില് ഗ്ലോബൽ ഫാഷൻ ഷോസ് 4 ഇവന്റ്സ് ആണുള്ളത്. അത് ഏതൊക്കെയാണ് സർ? അല്ല, നമ്മൾ ഫാഷനെ പറ്റിയാണല്ലോ സംസാരിക്കുന്നത്. അല്ല, അതിനകത്ത് മെയിൻ ആയിട്ടും ഞാൻ കണ്ടിട്ടുള്ളത്, എന്നോടാണ് ചോദിച്ചത്. അവര് മെയിനായിട്ടും ഫാഷൻ ഷോസിന്റെ പേര്, അതിന്റെ അകത്ത് എന്താണ് നടക്കുന്നത്? അവരുടെ ഇന്റലിജൻസ്, അവരുടെ പേഴ്സണാലിറ്റി ചെക്ക് ചെയ്യും, അവരുടെ ഡ്രസ് പാറ്റേൺ ചെക്ക് ചെയ്യും, അവരുടെ ബ്യൂട്ടി ഒരു പാർട്ടായിട്ട്, ഇങ്ങനെ പല പാർട്ടായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഞാൻ ഇന്റർനാഷണൽ ആയിട്ടുള്ളതിനെ എല്ലാത്തിനും ഒന്നും അപഗ്രഥനം ചെയ്യാനല്ല വന്നേ. ഞങ്ങൾ ഇവിടെ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്, സൗന്ദര്യ മത്സരം എന്നും പറഞ്ഞ് അവതരിപ്പിക്കുന്ന സംഗതികൾ ഈ സമൂഹത്തിൽ 2 തരം പൗരന്മാരെ സൃഷ്ടിക്കുകയും ഇത് സൗന്ദര്യമുള്ളവർ മാത്രമാണ് എല്ലാത്തിനും കൊള്ളാവുന്നവരെന്ന് കാണിച്ചു കൊടുക്കുകയും ബാക്കിയുള്ളവരെല്ലാം മോശക്കാരാണെന്ന് കാണിക്കുന്ന ഒരു വലിയ സന്ദേശം പകരുന്നു. അല്ലാതെ ഒരു ഇന്റലിജൻസ് അവർ ഈ മത്സരത്തിന് വേണ്ടി കുറച്ച് കാര്യങ്ങൾ കാണാതെ അവർ പറയുന്നത് കൊണ്ട് അവർ ഈ സമൂഹത്തിൽ അവർ നല്ലൊരാളായി മാറുന്നു ഞാൻ ചിന്തിക്കും. നേരത്തെ ഒരാൾ പറഞ്ഞു ഇവിടെ 144 പേര് ചാനലിൽ പറഞ്ഞു. ഞാൻ ഒരു ചാനലിലും ഈ ഫാഷൻ ഷോയിലൂടെ വന്ന 144 പേരെ ഒന്നും കണ്ടിട്ടില്ല. 1-2 പേര് കാണും. സാറ് നേരത്തെ പറഞ്ഞു 2 കാറ്റഗറിയിലുള്ള ആൾക്കാർ, അതായത് സൗന്ദര്യമുള്ളവർ മാത്രം ജയിക്കുന്നു, അല്ലാത്തൊരു. ഞാൻ ഒരു കാര്യം പറയട്ടെ, ചേട്ടൻ ഇതിനെപ്പറ്റി ഒട്ടും അവബോധം ഇല്ലാതെ ഇരുന്നിട്ടാണ് ഈ ഇത്ര കാര്യങ്ങൾ സംസാരിക്കണം. രണ്ടാമത്തെ കാര്യം ഞാൻ പറയട്ടെ, ഞാൻ ഒരിക്കലും തന്നെ സൗന്ദര്യ മത്സരത്തിൽ ഈ പറഞ്ഞ പോലെയുള്ള കാറ്റഗറിയോ, അതായത് വെളുത്തോർക്ക് മാത്രം പങ്കെടുക്കാം, ഹൈറ്റ് വേണം, അല്ലെങ്കിൽ ഞാനൊന്ന് പറയട്ടെ ചേട്ടാ, ഒന്ന് പറഞ്ഞോട്ടെ. ഇങ്ങനെയുള്ള ഒരു കാറ്റഗറി ഇവ മിസ് യൂണിവേഴ്സില് 2019 ഉണ്ടായിരുന്ന സൗത്ത് ആഫ്രിക്കനാണ് വിന്നറായത്. മനസ്സിലായോ? അത് നിങ്ങൾക്ക് അറിയോ? അപ്പൊ അവിടെ നിറത്തിലൊന്നും അല്ല കാര്യം. ഞാൻ പറഞ്ഞല്ലോ, ബ്യൂട്ടി വിത്ത് ബ്രെയിൻ എന്ന് ഞാൻ വീണ്ടും പറയാണ്. നിങ്ങളുടെ തലയിലേക്ക് അത് ഇന്നേ വരെ കയറിയിട്ടില്ല. നിങ്ങളുടെ ഈ ഒരു തലമുറയുടെ കുഴപ്പമാണ്. സൗന്ദര്യ മത്സരത്തിൽ കൂടെ വന്ന ആരും ഞാൻ കണ്ടിട്ടില്ല. 2000 മിസ് കേരള ടൈറ്റിൽ ഹോൾഡറാണ് രഞ്ജിനി ഹരിദാസ്. 2008 ഹരിദാസിന്റെ അഡ്രസ് പോലും ഇല്ല. ആര് പറഞ്ഞു തീരുമാനിക്കുന്നത്? 2008 മിസ് കേരള 2008 മിസ് കേരള വിന്നറാണ് കല്ലിങ്കൽ, അമല പോൾ, പ്രിയ വാര്യർ, ദുർഗ കൃഷ്ണ. ഇവരൊക്കെ ബ്യൂട്ടി പാജന്റിൽ കൂടെ വന്ന കുട്ടികളാണ് ഇന്ന് ഇൻഡസ്ട്രിയിൽ മുഴുവൻ വന്നിരിക്കുന്നത്. ആണുങ്ങളിൽ തന്നെ രാജീവ് പിള്ളി, ജോൺ കൈപ്പള്ളി, ഷിയാസ് കറി, ഇവരൊക്കെ മോഡലിംഗ് കൂടെ വന്ന് ഇൻഡസ്ട്രിയിലേക്ക് വന്ന ആൾക്കാരാ. അപ്പൊ നിങ്ങൾ കണ്ടില്ല എന്ന് പറയുന്നത് ഈ ഒരു ഇൻഡസ്ട്രി തീർച്ചയായിട്ടും ഈ ഇങ്ങനെ വരുന്ന യുവതലമുറയ്ക്ക് തീർച്ചയായിട്ടും വളരെ അവരുടെ കോൺഫിഡൻസ് ലെവലിലും അവരുടെ ആത്മവിശ്വാസം ഒക്കെ വന്നിട്ട് ഒരു വേദി തന്നെയാണ്. സിവിൽ സർവീസിലുള്ള ആളുകൾ അവരാണല്ലോ നല്ല രീതിയിൽ ഇന്റലിജൻസ് ആയിട്ട് വന്നേ. ഒരാളെങ്കിലും നിങ്ങൾ കാണിച്ചു സിവിൽ സർവീസ് പൊളിറ്റിക്കലിലുള്ള അവിടെ ഇവിടെ 1-2 പേരുടെ പേര് പറഞ്ഞിട്ട് ഇതിനെ മഹത്വീകരിക്കാനൊന്നും ശ്രമിക്കുന്നത് ശരിയല്ല. സിവിൽ സർവീസിൽ ഇരിക്കുന്നവർക്ക് പുതിയൊരു ഓപ്പർച്യൂണിറ്റി തേടേണ്ട ആവശ്യമില്ല. പുതിയൊരു ഓപ്പർച്യൂണിറ്റി ലൈഫിലേക്ക് ആവാം. എന്തൊക്കെ തരത്തിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് അറിയുമോ? അങ്ങനെയുള്ളവർക്കല്ലേ പുതിയ വേദികൾ വേണ്ടത്. അല്ലാതെ നിങ്ങളെ അല്ലെങ്കിൽ ഗവൺമെന്റ് സർവീസിൽ ഇരിക്കുന്ന ഒരാൾക്ക് വന്ന് ചേരും കാണിക്കണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.